ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ എൻ്റെ ഒരു യാത്രയുടെ കുറേ വിശേഷങ്ങളുമാണ്. ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകുവേ. അങ്ങനെ ഇവിടുന്ന് പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് രാവിലെ വെളുപ്പിനൊരു 4 മണിയായപ്പം ഞാൻ ഇവിടുന്ന് ഇറങ്ങി. അങ്ങനെ എയർപോർട്ടിൽ ചെന്നു. എയർപോർട്ടിൽ ചെന്നിട്ട് വെയിറ്റ് എല്ലാം ചെക്ക് ചെയ്തു. പിന്നെ വെയിറ്റ് എല്ലാം കയറ്റി വിട്ടു. വെയിറ്റ് എല്ലാം ഏകദേശം കറക്റ്റായിരുന്നു. വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ വെയിറ്റ് എല്ലാം കയറിപ്പോയി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പതുക്കെ ഡ്യൂട്ടി ഫ്രീയിൽ പോയി. ഡ്യൂട്ടി ഫ്രീയിലെല്ലാം ഒന്ന് കറങ്ങി നോക്കി. അപ്പം ഞാൻ നോക്കുമ്പോൾ ഫ്ലൈറ്റിൽ ഇനി സമയമുണ്ട് എനിക്ക് ഒത്തിരി. അപ്പം ഞാൻ പതുക്കെ ഒരു കാപ്പിയൊക്കെ കുടിച്ചു. അവിടെ ഇരുന്ന് ഒരു കാപ്പിയൊക്കെ കുടിച്ചു അവിടെ ഇരുന്നു. അത് കഴിഞ്ഞപ്പം പിന്നെ നമുക്ക് പോകാനുള്ള സമയമായി എന്ന് തോന്നി. അപ്പോൾ ഭയങ്കര എന്താ പറയുക, നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് അല്ലേ. അപ്പം വേഗം ഫ്ലൈറ്റ് കയറാൻ വേണ്ടി ഫ്ലൈറ്റിലോട്ട് പോയി. പിന്നെ ഫ്ലൈറ്റിൽ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഫ്ലൈ ദുബായ് ആയിരുന്നു ഫ്ലൈറ്റ്. അപ്പം അത് കറക്റ്റ് ടൈമായിരുന്നു. അതുകൊണ്ട് വലിയ വെയിറ്റ് ചെയ്യേണ്ടതൊന്നും വന്നില്ല. കറക്റ്റ് ടൈമിനെത്തി. കറക്റ്റ് ടൈമിന് ഫ്ലൈറ്റ് എടുത്തു. നമ്മൾ കറക്റ്റ് ടൈമിന് തന്നെ ഫ്ലൈറ്റ് ലാൻഡും ചെയ്തു കേട്ടോ. ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ദൈവാനുഗ്രഹം കൊണ്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടന്നു. കൃത്യമായിട്ട് എത്തി. ഫ്ലൈ ദുബായ് ആയിരുന്നേ. ഫ്ലൈ ദുബായ് ഓൺ ടൈം ആയിരുന്നു. അതുകൊണ്ട് കറക്റ്റായിട്ട് നമ്മൾ ഒരു കാപ്പിയൊക്കെ കുടിച്ച് ചെന്നപ്പോഴത്തേനും കറക്റ്റ് ടൈമായിരുന്നു. വിളിച്ചു, ഫ്ലൈറ്റിൽ കയറി. കുഴപ്പമൊന്നും ഇല്ലാതൊരു യാത്ര തുടങ്ങി. അവിടെ യാത്രയിൽ നല്ലൊരു ഫുഡ്, വലിയ കുഴപ്പമില്ലാത്തൊരു ഫുഡ് കിട്ടി. ഞാൻ നോൺ വെജാണ് മേടിച്ചത്. ചിക്കനും റൈസും ആയിരുന്നു. വലിയ കുഴപ്പമില്ലാത്തൊരു ഫുഡായിരുന്നു. ഫ്ലൈറ്റിൽ കഴിച്ച് സുഖമായിട്ടൊരു ഉറക്കമൊക്കെ ഉറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ദുബായിലെത്തി. അങ്ങനെ ദുബായ് എയർപോർട്ടിലെത്തി. ദുബായിൽ നിന്ന് കുറച്ച് ഷോപ്പിങ്ങൊക്കെ നടത്തണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ദുബായിൽ നിന്ന് അധികം ലഗേജ് നമ്മുടെ കയ്യിലുള്ള ഹാൻഡ് ക്യാരിയറിൽ 7 കിലോ മാത്രമേ പറ്റുകയുള്ളെന്ന് പറഞ്ഞുകൊണ്ട് കറക്റ്റ് 7 kg എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ട് വേറെ ഒന്നും ദുബായിൽ നിന്ന് മേടിച്ചില്ല. ഇല്ലെങ്കിൽ ഞാൻ ദുബായിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഷോപ്പിംഗ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. ലഗേജ് പ്രോബ്ലം ദുബായിലുണ്ടായിരുന്നു. അവർ സമ്മതിക്കുകയല്ലെന്ന് പറഞ്ഞു. അതുകൊണ്ടൊരു കറക്റ്റ് നമ്മുടെ കയ്യിലുള്ള വെയിറ്റ് വേറെ ഒന്നും മേടിക്കാൻ പറ്റിയില്ല. പിന്നെ അവിടുന്ന് നേരെ നമ്മൾ പോകേണ്ട സ്ഥലത്തോട്ട് അടുത്ത ഫ്ലൈറ്റ് പിടിക്കുമായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ അവിടെ കുറച്ച് നേരം ഫ്ലൈറ്റൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മളിവിടെ വെറുതെ ചില്ല് ചെയ്തിരുന്നു. അങ്ങനെ എനിക്ക് അധികം സമയമൊന്നും ഇല്ലായിരുന്നു അവിടെ സ്പെൻഡ് ചെയ്യാൻ. ആകെപ്പാടെ ഒരു 2.5 മണിക്കൂറേ ഉണ്ടായിരുന്നുള്ളൂ ദുബായിൽ. അതുകൊണ്ട് ഒത്തിരി നേരം നമുക്ക് കറങ്ങാനും എടുക്കാനൊന്നും പറ്റിയില്ല. നമുക്ക് അവിടെ ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം പോകണം അടുത്ത ഫ്ലൈറ്റിലോട്ട്. ഇന്റർനാഷണൽ ആണെങ്കിലും അടുത്ത ഫ്ലൈറ്റിലോട്ട് പോകണമെങ്കിൽ കുറച്ച് ദൂരം പോകണം. അതുകൊണ്ട് നമ്മൾ അടുത്ത ഫ്ലൈറ്റ് വരാൻ വേണ്ടി അവർ ബസ് കൊണ്ടുവന്നു. നമ്മളതിൽ കയറി പോയി. ഒരു 10-15 മിനിറ്റ് എടുത്തു അടുത്ത ടെർമിനലിലോട്ട് പോകാൻ. അവിടുന്ന് നമ്മൾ അടുത്ത ടെർമിനലിൽ ചെന്നു. അവിടെ നിന്നായിരുന്നു അടുത്ത ഫ്ലൈറ്റ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഒരു കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ട വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ഫ്ലൈറ്റ് വന്നു. കുഴപ്പമില്ലാതെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി. ഫുള്ളായിരുന്നു. ഫുള്ളുണ്ടായിരുന്നു ഫ്ലൈറ്റിൽ. ആൾക്കാർ ഫുള്ളായിരുന്നു. ഞാനൊരു മധ്യഭാഗം കൊണ്ട്, വിൻഡോ സൈഡായിരുന്നു സീറ്റ്, ഒരു മധ്യഭാഗം കൊണ്ടിരുന്നു. അതുകൊണ്ട് സുഖമായിട്ട് എല്ലാം കണ്ട് കേട്ട് കുഴപ്പമില്ലാതെ അങ്ങനെ പോയി. അങ്ങനെ ഒരു യാത്ര രാവിലെ വെളുപ്പിന് 6:30 ആയപ്പം ഞാൻ എത്തേണ്ട സ്ഥലത്തെത്തി. അവിടെ ചെന്നു. കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ബാഗൊക്കെ കളക്ട് ചെയ്ത് വന്നപ്പോഴത്തേനും കൂട്ടാൻ ആൾക്കാർ വന്നു. അങ്ങനെ
ബാഗ് വരാനൊരു ഇച്ചിരി ലേറ്റായി. എനിക്ക് തോന്നുന്നു ഒരു 1/4 മണിക്കൂർ ലേറ്റായെന്ന് തോന്നുന്നു ബാഗ് വരാൻ. എൻ്റെ സീറ്റ് നമ്പർ 11B ആയിരുന്നു. പിന്നെ എനിക്ക് സൈഡിലോട്ട് അവർ മാറ്റി തന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് മാറിയിരുന്നു. അങ്ങനെ നല്ല സുഖമായിരുന്നു യാത്ര, അടിപൊളി യാത്രയായിരുന്നു. പിന്നെ നമ്മൾ എന്താ പറയുന്നത്, ആള് വന്നു, നമ്മൾ പോകേണ്ട സ്ഥലത്തോട്ട് പോയി. അങ്ങനെ നമ്മുടെ പെട്ടിയെല്ലാം കളക്ട് ചെയ്തു. അങ്ങനെ നല്ല സുഖമായിട്ടൊരു യാത്ര പോയി. കണ്ട ഒരു എന്താ പറയുന്നത് കണ്ടോ, നമ്മളിങ്ങനെ ഇവിടുന്ന് ബസ്സിന് വേണം ദുബായ്. നമ്മൾ ഇറങ്ങുന്ന ടെർമിനലിൽ നിന്ന് അടുത്ത ടെർമിനലിലോട്ട് പോകാൻ വേണ്ടി നമ്മൾ ബസ്സിന് അവർ കൊണ്ടുപോകും, അവരുടെ ബസ്സിന്. ആ ബസ്സിൽ നമ്മൾ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ വേണമെങ്കിൽ എല്ലാം കഴിക്കുകയോ കുടിക്കുകയോ ഒക്കെ ചെയ്യാം. സ്ഥലമുണ്ട്, ഡ്യൂട്ടി ഫ്രീ ഒക്കെ ഉണ്ട്. ദുബായ് എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ എയർപോർട്ടാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് പോകുന്നു ദുബായ് എയർപോർട്ടിൽ. അതുകൊണ്ടൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു, കാണാനും കേൾക്കാനും ഒക്കെ ആയിട്ട്. നല്ല സൂപ്പർ എയർപോർട്ട്. നമ്മുടെ ഇന്ത്യൻ ഫുഡ് വേണമെങ്കിൽ ഇന്ത്യൻ ഫുഡ് കിട്ടും, അല്ലാത്ത ഫുഡ് വേണമെങ്കിൽ അല്ലാത്ത ഫുഡ് കിട്ടും. നല്ലൊരു അടിപൊളി എയർപോർട്ടാണ് ദുബായ് എയർപോർട്ട്. ഒത്തിരി സ്ഥലം എന്ന് പറഞ്ഞാൽ ഒത്തിരി സ്ഥലമുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, കാണാൻ സൂപ്പറാണ് കാണാൻ. ദുബായ് എയർപോർട്ട് ദുബായ് കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണം, നല്ല ഭംഗിയാണ്. എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ല, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം എയർപോർട്ടൊക്കെ. പിന്നെ എന്താണെന്നറിയത്തില്ല, ഞങ്ങൾ പോയ സമയത്ത് സ്ട്രിക്റ്റ് ആയിരുന്നു. ലഗേജുകളൊക്കെ കറക്റ്റേ കൊണ്ടാകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കൂടുതൽ ലഗേജൊന്നും കൊണ്ടുപോയില്ല. കുറച്ച് കറക്റ്റ് പറഞ്ഞ ലഗേജൊക്കെ കൊണ്ടുപോയുള്ളൂ. എയർപോർട്ടിൽ നിന്ന് അതുകൊണ്ടൊന്നും മേടിക്കാനും പറ്റിയില്ല, കൂടുതൽ ലഗേജ് പറ്റിയല്ലെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ നല്ല സുഖമായിട്ടൊരു യാത്ര അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുള്ള കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഇത് നമ്മൾ ഫ്ലൈറ്റിൽ കയറിയിട്ടുള്ള കാഴ്ചയാണ്. കണ്ടോ ദുബായ് എയർപോർട്ട് എത്ര